ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം, അധ്യായം 10, 9, 10 തിരുവചനങ്ങൾ. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഈ തിരുവചനം അനുഗ്രഹിക്കപ്പെട്ടതെന്ന് പറയുവാൻ കാരണം ഇത് നമ്മുടെ രക്ഷയുടെ ആധാരമായിരിക്കുന്നത് കൊണ്ടാണ്. നാം രക്ഷിക്കപ്പെടുവാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ലളിതമായ ഉത്തരമാണ് പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ ഇന്ന് നമുക്ക് നൽകുവാനിടയായത്. യേശുവിനെ അഥവാ ദൈവപുത്രനെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയണം. ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയത്താൽ വിശ്വസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രക്ഷയുടെ ഉറപ്പ് ഒരു മനുഷ്യന് ലഭിക്കുന്നത്. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ രക്ഷയുടെ ആനന്ദം, രക്ഷയെ സംബന്ധിച്ചുള്ള ഉറപ്പ് പ്രാപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ഭൂമി നമുക്ക് ശാശ്വതമല്ല. ഇവിടെ നാം പ്രവാസികളെ പോലെയാണ്. വിദേശത്തൊക്കെ പല ജോലികൾക്കായി പ്രവാസ ജീവിതം നയിക്കുന്നവരുണ്ട്. അവർ ചില വർഷങ്ങൾക്ക് വേണ്ടിയാണ് ഉപജീവനത്തിനായി അങ്ങനെയുള്ള ഒരു ജോലി തിരഞ്ഞെടുക്കുന്നത്. 5, 10, 15 വർഷം ഒരു പക്ഷേ വിദേശത്ത് പ്രവാസികളായി ജോലി ചെയ്യാം. എന്നാൽ അതിനുശേഷം അവർ അവരുടെ സ്വന്തം സംസ്ഥാനത്തിലേക്ക് അഥവാ ദേശത്തിലേക്ക്, ഭവനത്തിലേക്ക് മടങ്ങി വരും. ഇതുപോലെയാണ് നാം ഈ ഭൂമിയിൽ അന്യരും പരദേശികളും പ്രവാസികളും പോലെ ജീവിക്കുകയാണ്. 70, 80 ഏറെ ആയാൽ 100, 120 വർഷമൊക്കെ ആകാം. എന്നാൽ അതിനപ്പുറമായി നമുക്ക് ഈ ഭൂമിയിലൊരു ജീവിതമില്ല. മനുഷ്യൻ്റെ ജീവിതത്തെ ദൈവമാണ് നിയന്ത്രിക്കുന്നത്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പിറന്ന മനുഷ്യൻ അമ്മയുടെ ഉദരത്തിലും ഭൂമിയിലും വീണ്ടും ജനനം പ്രാപിച്ചും പല ജനനഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഒടുവിൽ നിത്യതയ്ക്കായി സ്വർഗത്തിലും അവൻ എത്തിച്ചേരുന്നു. ഇത് ദൈവിക പദ്ധതിയാണ്. ആ പദ്ധതി യാഥാർത്ഥ്യമായി തീരുവാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ മർത്യനും ആവശ്യമായിരിക്കുന്നത് സർവശക്തനായ ദൈവം മാനവരാശിയെ രക്ഷിക്കുവാനായി ആ സർവശക്തനായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന ദൈവപുത്രനെ മാനവരാശിയുടെ രക്ഷയ്ക്കായി ഈ ഭൂമിയിലേക്ക് അയക്കുവാനിടയായി. ആ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവർക്ക്, ആ ദൈവപുത്രനെ വിശ്വസിച്ച് വായുകൊണ്ട് ഏറ്റുപറയുകയും അഥവാ യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷയുടെ ആനന്ദം കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കും. ഇത് ഭൂമിയിൽ വെച്ച് നാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നാം വിദേശത്ത് പോകുവാൻ അഥവാ നമ്മുടെ ദേശത്തിൽ നിന്ന് മറ്റൊരു ദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് പാസ്പോർട്ടും വിസയും ആവശ്യമായ രേഖകളെല്ലാം തയ്യാറാക്കണം. എങ്കിൽ മാത്രമേ ഒരു ദിവസം നാം ആഗ്രഹിക്കുന്ന ദേശത്ത് നമുക്ക് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ഭൂമിയിലെ പ്രവാസകാലം. ഇവിടെ നാം അന്യരും പരദേശികളുമായി പാർക്കുമ്പോൾ നമുക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന
ആ സ്വർഗരാജ്യത്തിൽ, ആ സ്വർഗഭവനത്തിൽ, ആ നിത്യഭവനത്തിൽ, ആ നിത്യതയിൽ, ആ ദൈവത്തോടൊപ്പം യുഗാനുയുഗങ്ങൾ വാസം ചെയ്യുവാൻ ആവശ്യമായിരിക്കുന്നത് ദൈവപുത്രനെ, യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുക എന്നുള്ളതാണ്. ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു ഒരു മനുഷ്യന് രക്ഷയുടെ അഥവാ നിത്യജീവൻ്റെ ആനന്ദം ദൈവം നൽകുന്ന ആ വലിയ തീരുമാനത്തിലേക്ക്. ഇന്ന് വചനം ശ്രവിച്ച എല്ലാ പേരും ആ രക്ഷയുടെ ആനന്ദം കരസ്ഥമാക്കുവാൻ ആലോചന പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.